ഇതിനു വേണ്ടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഇത്രയും വലിയ വാക്കുകൾക്ക് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതായതുകൊണ്ട് ബാബു സാർ എന്താ പറയുക, തമ്പി സാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ബാധ്യത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും 2 വാക്ക് പെട്ടെന്ന് തന്നെ. ആരാധ്യനായ കേരളത്തിന്റെ വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് ശ്രീ വിജി തമ്പി സാർ, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിച്ചു കേൾക്കുക. നമുക്കെല്ലാം കാരണം നമ്മുടെ ശ്രീ രാധാകൃഷ്ണൻജി ഭാരതത്തിന്റെ പ്രസിഡന്റായിരുന്ന സർവപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ കെട്ടടങ്ങി കിടക്കുന്ന അഗ്നിയെ പ്രോജ്വലിക്കുന്ന ഒരു ശക്തി ഈ ധർമ്മത്തിനുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കെട്ടടങ്ങി കിടക്കും എല്ലാവരുടെയും ഹൃദയത്തിൽ. അന്ന് ഇതിനെ പ്രോജ്വലിപ്പിക്കണമെങ്കിൽ വിജി തമ്പി സാറിനെ കണക്കുള്ള ആൾക്കാർ നമ്മളിൽ ശക്തി ഉണർത്താനായിട്ടുള്ള സന്ദേശവാഹകരായിട്ട് പ്രവർത്തിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തേ പിന്നെ കേരളത്തിൽ വലിയ അഭൂതപൂർവമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഏത് പ്രവർത്തന മേഖലയിലാണ്. തീർച്ചയായിട്ടും അങ്ങോട്ട് വന്ന് ഡൽഹി മലയാളികൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം നൽകിയ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. കാരണം ഭാരതം എന്ന് പറയുന്ന ഋഷീശ്വരന്മാരുടെ നാടാണ്. ഋഷീശ്വരന്മാര് ത്യാഗികളാണ്. അവർ ത്യാഗത്തിന്റെ മുഖമുദ്രയാണ്. ആ ത്യാഗത്തിന്റെ മുഖമുദ്രയാണ് ഭാരതത്തെ ലോകത്തിന്റെ മീതെ ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്ക് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് വളരെ അഭിമാനമാണ്. എത്രയോ വർഷത്തെ ഇന്ന് ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങൾക്കും മീതെ ഉയർന്നു നിൽക്കുന്ന സംസ്കാരം. പല സംസ്കാരങ്ങളും നമ്മുടെ മുമ്പിൽ തന്നെ മണ്ണടിഞ്ഞു പോകുന്ന ഗ്രീക്ക് സംസ്കാരം തൊട്ട് എത്രയോ സംസ്കാരങ്ങൾ നമ്മുടെ മുമ്പിൽ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ സംസ്കാരം ഇന്ന് നിലനിൽക്കുന്നത് ഇതിന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഇത് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞ കണക്ക്, ഇത് നിനക്ക് ലഭിക്കാതെ പോയത് ഉത്തമമായ ഞാനിത് സൂര്യന് പറഞ്ഞു കൊടുത്താണ്. സൂര്യൻ ഇഷാകുനും സൂര്യൻ മനുവിനും മനു ഇഷാകുനും പറഞ്ഞു കൊടുത്തത് പരമ്പരയായി നിനക്ക് കിട്ടേണ്ടതായിരുന്നു. കിട്ടാതെ പോയത് അനർഹമായ കൈകളിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണ് നശിച്ചു പോയത്. നീ എന്റെ സുഹൃത്താവുന്ന രണ്ടാമത് ഉപദേശിക്കുകയാണെന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ ഇത് അർഹമായ കൈകളിൽ കൂടെ പകർന്നു കൊടുക്കണം. അതിന് വിജി തമ്പി സാറിനെ കണക്കുള്ള ആൾക്കാരെ അതിങ്ങനെ പരിരക്ഷിച്ച് അടുത്ത തലമുറക്ക് കൈമാറി കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഏർപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, കുടുംബം എങ്ങനെയായിരിക്കണം, കൂടുമ്പോൾ ഇപ്പം ഉണ്ടാകുന്ന കുടുംബം എങ്ങനെയാണ് നമ്മൾ ആ കുടുംബത്തിനുള്ളിൽ പ്രവർത്തിക്കേണ്ടത്. കാരണം ഹിന്ദുക്കളെല്ലാം ധാർമ്മിക വ്യവസ്ഥിതിക്ക് അനുസരിച്ച് ധാർമ്മികമായിട്ട് ജീവിക്കണമെന്ന് നിഷ്കർഷിക്കുന്നതാണ്. അങ്ങനെ എത്ര പേര് ധാർമ്മികമായിട്ട് ജീവിക്കുന്നുണ്ട്? ഇവിടെ ബാലഗോകുലത്തിന്റെ ക്ലാസ്സുകൾ പല മേഖലകളിലും നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും മയൂരുകാരിലും ഈ ഭാരതീയ കൂട്ടായ്മയും കൂടെ അതിന്റെ ഒരു മേൽനോട്ടം വഹിച്ച് കുട്ടികൾക്ക് ബാലഗോകുലം ക്ലാസ് തുടങ്ങാനുള്ള ഒരു പ്രവർത്തനം കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ ഉണ്ടല്ലേ ഭാരതീയത്തിന്റെ മേലോട്ട് അവിടെ കുട്ടികളെല്ലാവരും വരണമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് എന്തുമാത്രം നമ്മൾ കുട്ടികളെ കൂടുതൽ അയക്കാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞ കണക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇത് നിലനിന്ന് പോകുന്നു. അതുകൊണ്ട് നമ്മൾ ആ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സൺഡേ ആ കോളേജിലെ ഇന്റർവ്യൂയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റുള്ള നമ്മുടെ ഉള്ള കുട്ടികള് ഒരു കുഴപ്പമില്ലാന്ന് പറയുമ്പോഴും മറ്റുള്ള ആ മതമനുസരിച്ച് നിഷ്കർഷിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ അഭിപ്രായവും രണ്ടും വിരുദ്ധ അഭിപ്രായങ്ങളായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞാണെങ്കിൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കേരളത്തില് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്ന ഇപ്പൊ മയക്കുമരുന്നിനും മറ്റുള്ള കാര്യങ്ങളും വളരെ സാമൂഹ്യ വിപത്തായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ വിലയുള്ളതാണ്. തീർച്ചയായിട്ടും ഡൽഹിയിലുള്ള നമ്മളെങ്കിലും അത് കേട്ട് അതേ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സന്നദ്ധരാകണം. തീർച്ചയായിട്ടും അങ്ങ് ഇവിടെ വരാനും ഈ 2 ദിവസം ഡൽഹി മലയാളികൾക്കൊപ്പം ചെലവഴിക്കാൻ കാണിച്ച സന്മനസ്സിന് ഭാരതീയത്തിന്റെ പേരിലും നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അങ്ങയുടെ ഹൃദയംഗമായ നന്ദി ചോദിക്കുന്നു. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഭാരതീയം ശ്രമിക്കുന്ന ശ്രമങ്ങളും ഇവരുടെ തീർത്ഥയാത്രകളെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കാരണം ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ എന്താണെന്ന് തിരിച്ചറിയാൻ ഓരോ യാത്രയും ഓരോ അനുഭവം. നമ്മൾ ചിലപ്പോൾ പല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ മറ്റല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അറിവുകൾ കൊണ്ടോ ലഭിക്കാത്തത്രയും അറിവ് നമ്മളൊരു പുസ്തകം വായിക്കുന്നതുകൊണ്ടോ ഒരു യാത്ര കൊണ്ട് നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളായിട്ട് മാറട്ടെ, ഓരോ പാഠങ്ങളായിട്ട് മാറട്ടെ.
അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ വിദ്യാരംഭ ദിവസം, ഗാന്ധി ജയന്തി ദിവസം വിദ്യാരംഭം, വിദ്യ, തീർച്ചയായിട്ടും അറിവ്. സരസ്വതി ദേവിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സരസ്വതി ദേവി താമരയിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി. എന്തുകൊണ്ടാണ് താമരയിൽ ഇരിക്കാൻ പറ്റുന്നത്? ഭാരരഹിതരാകുമ്പോഴാണ്. നമുക്ക് ഭാരമില്ലാതാകണമെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടിയേ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള അഹം പൊള്ളയായിട്ട് മാറ്റണമെങ്കിൽ എന്ന് മാത്രമേ നമുക്ക് നല്ലതവിടെ നിറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ആ അഹങ്കാരത്തെ മാറ്റിവെക്കാനായിട്ട് വിദ്യ നമ്മളെ സഹായിക്കട്ടെ, ജ്ഞാനം സഹായിക്കട്ടെ. സരസ്വതി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. നമ്മുടെ അറിവ് ദീപം കണക്ക് പ്രജ്വലിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ, അണിമയിൽ നിന്ന് മഹിമയിലോട്ട് എത്താനായിട്ട് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുവെക്കുന്നു. നന്ദി. താങ്ക് യു പ്രൊഫസർ. പ്രൊഫസർ 2 മിനിറ്റ് വിളിക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മാഗസിൻ ലോഞ്ചാണ്. ആക്ച്വലി ഇത് തമ്പി സാറ് നാട്ടിൽ പല സ്ഥലങ്ങളിലും ഓരോ മാസങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഭാഗ്യവശാൽ ഇത് ഇന്ന് ഡൽഹിയിൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ആ ഒരു മാഗസിൻ ഉദ്ഘാടനമാണ് ഇപ്പൊ നടക്കുന്നത്. എന്നാൽ ഇതിന്റെ കൂപ്പൺ എന്ന് പറയുന്നത് ഓരോ മാസം 35 രൂപ വെച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മളെ 12 മാസത്തേക്ക് 420 രൂപ. അതിന് ഒരു വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കത് 350 രൂപയായിട്ട് കുറച്ച് ഇന്ന് ആ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എല്ലാവരും എടുക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ അത് എടുത്തുകൊണ്ട് ബാബു പണിക്കർ സാറിനെയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഒരു കൂപ്പൺ എല്ലാവരും കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇതിന് ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ ഗീതേഷിക്ക് ചെയ്താൽ മതി. ഗീതേഷ് ഇവിടെ നിൽപ്പുണ്ട്. ഗീതേഷ് നമ്പറിലേക്ക് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും എടുക്കണമെങ്കിൽ ഇപ്പോൾ സാറ് ആ എന്താ പറയുക 2 വാക്ക് ഇതിനെ കുറിച്ചിട്ട് പറയുമായിരുന്നു. നമസ്കാരം. ഇതിപ്പോ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈ മാഗസിന്റെ ഉദ്ഘാടനമല്ല, ഇത് വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാഗസീനാണ്. പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹിന്ദു സംസ്കാരവും നമ്മുടെ സനാതന ധർമ്മവും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ വീടിന്റെ ഒരു അലങ്കാരമായിട്ട്, വീടിന്റെ ഒരു പ്രാധാന്യമായിട്ടൊരു ഹിന്ദു വിശ്വ എന്ന് പറയുന്ന മാഗസീൻ വിശ്വ ഹിന്ദു പരിഷത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് വർഷങ്ങളായിട്ട്. അപ്പൊ അതിന്റെ ഒരു പ്രചാര മാസമാണ് ഇന്ന് ഒക്ടോബർ 2 മുതൽ ആണ് പ്രചാര മാസം ആരംഭിക്കുക. ആ പ്രചാര മാസത്തിലാണ് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷനിൽ 70 രൂപയുടെ കുറവ്. 10 മാസത്തെ പൈസ എടുത്തു കഴിഞ്ഞാൽ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിന്റെ ഒരു ഉദ്ഘാടനം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ എവിടെയും കഴിഞ്ഞ വർഷം ആദ്യ ഉദ്ഘാടനം നടത്തിയത് അശ്വതിനാഥ് തമ്പുരാട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം. അങ്ങനെ ഓരോ വ്യക്തികളായിരിക്കും. ഇപ്പൊ ഇന്നിപ്പോ എന്തായാലും നേരത്തെ ഭാരതീയത്തിന് വളരെ നേരത്തെ എനിക്കൊരു 1.5 മാസത്തിന് മുമ്പ് തന്നെ ഗീതേഷ് എന്നെ വിളിച്ച് ഡേറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ആയിപ്പോയി. അപ്പം ഇവിടെ വെച്ച് നടത്തുക. അപ്പം അത് വലിയൊരു നല്ല കാര്യമായിരുന്നു ഞാൻ പറയുന്നത്. കാരണം ഒരു ചടങ്ങിൽ വെച്ച് നടത്തുന്നു. മറ്റൊരു വീട്ടിൽ പോയി നമ്മളവിടെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ടോ? ഇപ്പം കൊട്ടാരത്തിൽ പോയി അവിടെ വെച്ചാൽ തമ്പുരാട്ടി സബ്സ്ക്രിപ്ഷൻ കൊടുക്കും, അല്ലെ അങ്ങനെ കൊടുക്കും. പക്ഷെ ഇന്നിപ്പോ ഒരു ചടങ്ങിൽ ഇവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞാൽ നല്ലതാണ്. എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും ഒരു ഹിന്ദു വിശ്വ വരണം, ഹിന്ദു വിശ്വ ഉണ്ടാവണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇന്നിപ്പോ ഞാൻ കുറച്ച് കൂപ്പൺസുകൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു 10-70 30 മറ്റല്ലേ 40 പേർക്കുള്ളത് ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഗീതേഷ് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിന്റെ QR കോഡും അതിന്റെ ഓൺലൈൻ ചെയ്തു തരാം. ഓൺലൈൻ വഴി നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാന്നുള്ളതാണ്. കൃത്യമായ എല്ലാ മാസങ്ങളിലും മാഗസിൻ വരും. അപ്പൊ അത് അതിന്റെ ഒരു ഔപചാരികമായ ഒരു കൂപ്പൺ ശ്രീ ബാബു പണിക്കർക്ക് നൽകി ഇവിടെ ഒരു ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കപ്പെടും. ഒരു മിനിറ്റ് കൂടി ബാബു സാർ. ബാബു സാറിനെ പൊന്നാടണിയിച്ച് ആദരിക്കാൻ വേണ്ടിയിട്ട് വിജയകുമാർജി ചോദിക്കുന്നു. അതുപോലെ ബാബു സാർക്കും അതുപോലെ ഒരു മിനിറ്റ്.
അടുത്തതായിട്ട് പ്രസന്ന സാർ സ്റ്റേജിലോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രസന്നജിയും ഒരു കൂപ്പൺ കൊടുത്തിട്ട് ഇത് തുടരുകയാണ് ഈ സബ്സ്ക്രിപ്ഷൻ. പ്രസന്നജിക്കും ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത്. അടുത്ത രാമേന്ദ്രൻ സാറാണ് സ്റ്റേജിലോട്ട് വരണം. പെട്ടെന്ന് വരണം, നമുക്ക് പെട്ടെന്ന് വൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്ന കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഉജ്വൽ, സ്ലാഷ്, ആദർശ് എല്ലാവരും റെഡി ആയിരിക്കണം. അടുത്ത കേശവൻകുട്ടി സാർ സ്റ്റേജിലോട്ട് പെട്ടെന്ന് വരണം. ഈശാൻ, ശ്രീജിത്ത് അവിടെ റെഡി ആണല്ലോ? ഓക്കെ, അതെ, ഗ്രാമം. കേശവൻകുട്ടി സാർ പ്രഭാ മേഡത്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത് ആദർശ് നായർ എവിടെയാണ്? ആദർശ് നായർ ഇവിടെ സ്റ്റേജിൽ ആദർശ്. അടുത്തത് നമ്മുടെ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. കുട്ടികളെ ആദരിക്കുക. ഓക്കെ, എന്താണ് അവരുടെ കഴിവെന്നും കൂടി നമുക്കറിയാം. കളരിപ്പയറ്റിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് അത്. അതായത് വലിയ പ്രായമൊന്നും പറഞ്ഞാൽ 15, 16 ഇങ്ങനെയൊക്കെയുള്ള പ്രായമുള്ള കുട്ടികളാണ്. ഇപ്പൊ ഞാൻ ആദർശ് ആർ നായർ ഇങ്ങനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സൺ ഓഫ് രാജ്കുമാർ. ഇവര് കൊണ്ടോട്ടെ, ഇവര് മുകളിലോട്ട് വരും, വേഗം വരും, സമയത്താണ്. ഓക്കെ, ഞാൻ എന്താ പറയുക, മോനെ കുറിച്ചിട്ട് പറയാണ്. പേര് ആദർശ് ആർ നായർ, ജനിച്ച 2010, അതായത് 15 വയസ്സ്. 7-ാം വയസ്സിൽ തന്നെ അവനെ പഠിക്കാൻ തുടങ്ങിയത്. 2017 മുതലേ അവൻ ഇത് കളരിപ്പയറ്റ് പഠിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. നിത്യചൈതന്യ കളരിയിൽ നിന്നാണ് പഠിച്ചതല്ല. ഈ 7 വർഷം കൊണ്ട് ഈ കുട്ടി ചെയ്ത കാര്യങ്ങൾ ഒട്ടനവധി ഒക്കേഷൻസിൽ ഇത് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു. അതായത് DML ആവട്ടെ, NSL ആവട്ടെ, തമിഴ് വെൽഫെയർ അസോസിയേഷൻ ആവട്ടെ, വസന്തോത്സവം അയ്യപ്പറ്റമ്പലാവട്ടെ, ഇതൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ശരിയായിട്ട് എവിടെയാണ് കഴിവ് തെളിയിച്ചതെന്ന് വെച്ചാൽ ഡൽഹി റെപ്രസെന്റ് ചെയ്തിട്ട് നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അവിടെയും കൈയിട്ട് നിർത്തിയത് 1 ഗോൾഡ് മെഡല്, 2 സിൽവർ മെഡല്, 1 ബ്രോൺസ് മെഡല്. ഇപ്പോഴും കളരിപ്പയറ്റ് തുടരണം തന്നെയാണ് അവന്റെ ആഗ്രഹം. അവനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലുള്ള എല്ലാ പ്രഗത്ഭരും അവനെ മോനെ നമുക്ക് പൊന്നാടാണിയിച്ചും സമ്മാനം കൊടുത്തിട്ട് നമുക്ക് ആദരിക്കണം. അവിടെ
സമ്മാനത്തുക അടുത്ത് ഉജ്ജ്വൽ സുഭാഷ് കൂടെ വരണം, ബീനയും കൂടെ വരണം. നന്ദി രാജ്കുമാർ, ആദർശ്, എല്ലാ ആശംസകളും. ഇപ്പൊ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഉജ്ജ്വൽ സുഭാഷാണ്. ആദർശിനെക്കാട്ടിലും ഒരു വയസ്സ് താഴെയാണ്. 2009 ജനനം, 2017 മുതൽ കളരി പഠിക്കുന്നു. ഒരു വയസ്സ് മൂത്താണ് തിരികണം. നിത്യ ചൈതന്യ കളരിയിൽ തന്നെയാണ് പഠിക്കുന്നത്. ഡൽഹി റെപ്രസെന്റ് ചെയ്തിട്ട് 2 ഇടങ്ങളിൽ പോയി. ഏപ്രിൽ 2024 നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് ഡൽഹി റെപ്രസെന്റ് ചെയ്ത് അഹമ്മദാബാദിൽ അവിടെ നേടിയത് 2 ഗോൾഡ് മെഡലാണ് കേട്ടോ. പിന്നെ 2025 ഇതേപോലെ നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ തെലങ്കാനയിൽ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7 ഗോൾഡ് മെഡൽ. അവസാനിക്കുന്നില്ല, അവിടെയും അവസാനിക്കുന്നില്ല. 1 സിൽവർ ആൻഡ് 1 ചാമ്പ്യൻഷിപ്പ് കപ്പ്. ആശംസകളെ പൊന്നാടാനിച്ചും ഒക്കെ സമ്മാനം കൊടുത്ത് ആദരിക്കാൻ തന്നെ ബാധ്യത തീരുമാനിച്ചു. അടുത്ത ഇഷാൻ ശ്രീജിത്ത്. ഇഷാൻ പാരൻസ് കൂടെ വരണം. ഇഷാൻ ശ്രീജിത്ത്, വയസ്സ് 11, ഡൽഹി എയർഫോഴ്സ് ബാൽഭാരതി സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ വർഷം ഇഷാന്റെ ആദ്യ കാൽപ്പനിക നോവൽ സൈഫിൾസ് ഓഫ് സീ നോഷൻ പ്രസ് പ്രസിദ്ധീകരിച്ചതാണ്. 12 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായക്കാർക്കായി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം എഴുതി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കുട്ടിയുടെ കഴിവ്. 11 വയസ്സ് പ്രായം. ഇന്ന് അത് എവിടെയൊക്കെ അവൈലബിൾ? ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബാർൺസ് ആൻഡ് നോബൽസ് പോലുള്ള പ്രശസ്ത അന്താരാഷ്ട്ര പുസ്തകശാലകളിലും ഈ കുഞ്ഞ് എഴുതിയ പുസ്തകം അവൈലബിൾ. നമ്മളുടെ ഇടയിലും കഴിവുള്ള കുട്ടികളുണ്ട്. അതുപോലെ എല്ലാ കുട്ടികളും വളരണം എന്നതാണ്, വളർത്തണം എന്നതാണ് നമ്മുടെ ഭാരതീയത്തിന്റെ ആശയം. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ തന്നെ പ്രചോദനം കൊടുക്കാനും ഭാരതീയം ഒരിക്കലും മടിക്കില്ല എന്ന് കൂടി പറയുന്നു. ഇതോടുകൂടി അങ്ങനെ കുട്ടികളിൽ നിന്ന് നമ്മൾ കുറച്ച് സീനിയർ സിറ്റിസണിലേക്ക് പോവാണ്. നമ്മൾ ഭാരതീയം എല്ലാവരും ഒരേപോലെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സീനിയർ സിറ്റിസൺസിനെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. 2 പേരാണ്, ഒരു കുടുംബം, 2 വേറെ ആളുകൾ. ആദ്യമായിട്ട് ഞാൻ ശശിധരൻ സാർ, He's 70 years old.
Thank you. ശശീന്ദ്രൻ സാറെ കുറിച്ചിട്ട് ഒന്നും അല്ല പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ സെക്കൻഡറി സീറ്റിൽ ഞങ്ങളുടെ ജഗന്നാഥ യാത്രയിൽ തിരിച്ചിരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി. ശശീന്ദ്രൻ സാറ് റെയിൽവേ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയയാണ്. നമ്മുടെ ചരിത്രത്തെ കുറിച്ചിട്ട് സത്യാവസ്ഥ അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് എല്ലാം പഠിക്കുന്നത് ഓരോ പാഠങ്ങളായിരിക്കും. അദ്ദേഹത്തെ ഈ വേദിയിൽ വിളിച്ചിട്ട് ഇങ്ങനെ ആദരിക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം അറിയിക്കുന്നു. അടുത്തതായിട്ട് രാമകൃഷ്ണൻ സാറും മാഡവും കൂടിയിട്ടാണ്. വിമല രാമകൃഷ്ണൻ സാറും മാഡം ഒന്ന് വേദിയിലേക്ക് വേഗം വരണം. എവിടെയാണ് രാമകൃഷ്ണൻ സാറും മാഡം? സാറും വരണം. രാമകൃഷ്ണൻ സാറും മാഡവും രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പോൾ എന്നും കാണുന്ന വ്യക്തികളാണ്. 70 വയസ്സിന് മേലെയായി. എന്നും ചെറുപ്പമായിട്ട് ഇരിക്കണം തന്നെയാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരാണല്ലേ? എന്നാൽ അവരെ പോലെ നമ്മൾ പ്രവൃത്തിയും കൂടിയാണ് വേണം. എന്നും നടക്കണം, വ്യായാമങ്ങൾ തുടരണം. നമ്മളും അതുപോലെ ഇതുപോലെ തിളങ്ങണം. ഭാരതീയത്തിന്റെ ഫൗണ്ടർ മെമ്പേഴ്സ് എല്ലാവരും സ്റ്റേജിലോട്ട് വരണം പെട്ടെന്ന് തന്നെ. ജയറാംജി എവിടെയാണ് നിങ്ങൾ? ജയറാംജി, രാജേന്ദ്രൻ, ശശീന്ദ്രൻ എല്ലാവരും പെട്ടെന്ന് വരണം. എല്ലാവരും ഫൗണ്ടർ മെമ്പേഴ്സ് പെട്ടെന്ന് സ്റ്റേജിലോട്ട് വരണം. നമ്മുടെ കമ്പിസാർക്ക് മൊമെന്റോ കൊടുത്ത് ആദരിക്കുന്ന ചടങ്ങാണ്. ഇത്രയും ദൂരം നമ്മുടെ ഇടയിൽ വന്നതിനും നമ്മുടെ ഇടയിൽ സമയം ചെലവഴിച്ചതിനും ഒരു നന്ദിയായിട്ട് അദ്ദേഹം എല്ലാവരും കൈയടിച്ചിട്ട് ഒന്ന് മൊമെന്റം കൊടുത്തിട്ട് ആദരിക്കുന്ന ചടങ്ങ് നടത്തും. ഓക്കെ, നെക്സ്റ്റ് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. ഒന്ന് വോട്ട് ഓഫ് താങ്ക്സ്, പിന്നെ കൾച്ചർ പ്രോഗ്രാം. വളരെ ചുരുക്കിയ കൾച്ചർ പ്രോഗ്രാം മാത്രമേ നമുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ഞാൻ ഗീതേഷിനെ ഞാൻ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. സമയക്കുറവ് കാരണം ഈ വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഇവിടെ വളരെ നന്നായിട്ട് ഭാരതീയ കൂട്ടായ്മയുടെ 5ാം വാർഷികം സെലിബ്രേഷൻ ഇത്ര ഭംഗിയായിട്ടാണ്. നമ്മുടെ ലിമിറ്റേഷൻസ് എല്ലാം നോക്കിയിട്ട് ഇത് ഇത്രയും വലിയ സ്കെയിലിൽ ഇത്രയും വിജയകരമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ ഇവരെ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഐ കൺഗ്രാജുലേറ്റ് ദം ഓൾ. First of all, I wish to sincerely thanks our Bharatiya Kuttaima's core group members and all program coordinators for working tirelessly towards making this program a grand success. I, from the depth of my heart, express my gratitude to our distinguished Chief Guest, Sri Vidhi Thambi sir, for accepting our invitation and taking out his time for us and coming
so far to our function. Sir, your words of wisdom shall truly inspire us. Thank you very much, sir. Next, I would sincerely thank from the depth of my heart, Sri Babu Padikar sir, Sri Raghunath sir, Sri Ramachandran sir, Sri Keshamurthy sir, and Sri Prasannan Pillai sir for accepting our invitation and coming to our program. In spite of your such a busy schedule, you also gave a few clear message to our audience on what you feel about Bharatiyam Kutaima. Thank you very much, sir. Next, I want to thank our Mayurvihar Phase 3 temple authorities for providing us this hall and providing all the support to make this program a grand success. Thank you to all of you. Next, I want to thank our Noida temple authorities, particularly President Sri Nandanji, for arranging the Vidyarambam ceremony and for honoring our chief guest Sri Vijitambi sir at the temple. Thank you very much, sir. Next, I want to thank all the Bharatiyam Kutaima members who have contributed a lot to this program. I shall not go into the further details because we are running out of time. I thank Sri Biju Kumar ji, Sri Anil ji, Sri Hari ji, Sri Rajendran ji, Sri Vinod ji, Sri Girish ji, Sri Gopinathan Vittil, Sri Gopi Vittil ji, and Sri Nagapachatan for providing all the wonderful time and making this program a huge success. Apart from the names I have mentioned, there are few people who have gone out of their way and contributed to this program. I particularly want to thank Mr. Vinesh ji, who is not here. I want to sincerely thank him for helping us contact our chief guest Sri Vijitambi sir and putting out a kind word about us to him. Thank you, Vinesh ji. Next, I want to thank Sri Anirudh, who has taken out his time and designed the invitation cards, the banners and the backdrops so beautifully and so impressively. Thank you, Anirudh. Next, I want to thank our Bhajana team who have for providing such a wonderful and soulful bhajans. Thank you, Vaijayanti Bhajans. Next, I want to thank three wonderful youngsters who have sung the prayer. I want to thank Miss Aishwarya, Miss Anjana, and again Miss Aishwarya for rendering such a soulful prayer. Thanks a lot to all three of you. I also thank Srimati Gopika ji, Srimati Viri ji, and Srimati Kala ji for arranging our cultural program. And all the participants, I want to thank all the participants of this program also. I am sure you are going to have a wonderful time watching this. Thank you. In all such programs, the success also depends upon the food that is being served. So I want to thank Sri Madhavdas ji and his team for providing breakfast, in between snacks and the lunch. Thank you, Madhavdas ji. In any program, the sound system plays a very important role, and I want to thank the Mayurvihar Phase 3 temple authorities and Sri Satish and Sri Praveen for providing wonderful support. Thank you. I want to thank Sri Ranjit ji and Sri Santosh ji for providing technical support and the video support. Thank you. I want to thank Srimati Prabhaji for sponsoring Sri Vijitambi sir's mala and crown. Thank you, Prabhaji. I also thank all those who had come to this venue before time and worked selflessly in making this
arranging the stage and setting and all the seating arrangements. Thank you all. Finally, I want to thank all our audience and all those distinguished guests whom we have invited. You are also wonderful and so sporting. You all went through this program for more than 3 hours patiently. Your energy is our energy. Without you, this program simply couldn't have happened. So, from the depth of my heart, I want to thank all of you profusely. Thank you very much. With this, I shall end my vote of thanks. In case if I have left out anybody, please forgive me. And I would like to thank everyone from the depth of my heart. Thank you, ladies and gentlemen. Thank you.